don't compromise on anything. ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച നിങ്ങളുടെ അത്ഭുതത്തെ ചെയ്യരുത്. Never compromise. ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. Because the power in you is extraordinary. കാരണം നിങ്ങളിലുള്ള ശക്തി അത് അമാനുഷികമാണ്. Hallelujah. സാധാരണമാണ്. Extraordinary power. അസാധാരണമായ ദൈവശക്തി. Can you say, I have extraordinary power in me? പറഞ്ഞ എന്നിൽ ഉള്ളിൽ അസാധാരണമായ ദൈവശക്തിയാണുള്ളത്. That is why Acts 1:8 it says, Jesus told his disciples, don't go preaching and running now. Wait for the power to come upon you. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പുറപ്പെടാൻ വരട്ടെ, ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച്. Can you say power? പറഞ്ഞാട്ടെ ശക്തി. Can you say power? ശക്തി. Power. ശക്തി. In the Greek that word is called dunamis. ഗ്രീക്കിൽ ആ വാക്ക് ഡുനാമസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. Can you say dunamis? പറഞ്ഞാട്ടെ ഡുനാമസ്. Dunamis. ഡുനാമസ്. Dunamis. Dunamis. Power in Acts 1:8 the power is called dunamis. അപ്പോസ്തലർ 1:8 ശക്തി എന്നത് ഡുനാനസ് എന്നാണ് ഗ്രീക്ക് പദം. Which means creative power. അതിന്റെ അർത്ഥം സൃഷ്ടിപ്പിന്റെ ശക്തി. Creative power. സൃഷ്ടിക്കാനുള്ള ശക്തി. Creative power. സൃഷ്ടിക്കുവാനുള്ള ശക്തി. Can you say creative power? പറഞ്ഞാട്ടെ സൃഷ്ടിപ്പിനുള്ള ശക്തി. എന്ന് പറഞ്ഞാൽ സാഹചര്യം മാറ്റി കളയാൻ പറ്റുന്ന ഒരു ശക്തി. യേശു ശിഷ്യന്മാരോട് പറയാം, നിങ്ങൾ ഇത് ലഭിക്കാതെ പോകരുത്. This is what is going to enable you to do the things impossible. അസാധ്യതകളെ സാധ്യമാക്കുവാൻ, നിങ്ങളുടെ സാഹചര്യങ്ങളെ അട്ടിമറിക്കുവാൻ സാധ്യതയുള്ള ഒരു ശക്തി നിങ്ങളുടെ മേൽ വരും. എന്നിട്ടേ നിങ്ങൾ പുറപ്പെടാവുള്ളൂ ശിഷ്യന്മാരോട് പറഞ്ഞു. It is a power which can be used to change circumstances in your life. നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ കഴിയുന്നതാണ് ദൈവത്തിന്റെ അസാധാരണ ശക്തി. Many times we compromise on things of this world and become slaves of it. പലപ്പോഴും ഈ ലോകത്തിലെ ചില സാഹചര്യങ്ങളോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്ത് അതിന് അടിമയായി തീരാറുണ്ട്. Hallelujah. So dunamis power is inside of us. Dunamis power നമ്മുടെ ഉള്ളിലുണ്ട്. Which means circumstances changing power. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ സാഹചര്യങ്ങളെ കീഴ്മേൽ മറിക്കുന്ന, മാറ്റിമറിക്കുന്ന ശക്തി. And it came with the indwelling of the presence of God in us, and it is by the indwelling of the Holy Spirit inside of us. അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ശക്തി വന്നത്? ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ആരംഭിച്ചു. Hallelujah. Holy Spirit is not the third one in the Trinity. He is same class as of God. He is God himself now residing with address of your name. ആ തൃത്വത്തിൽ മൂന്നാമൻ എന്ന് പറയുമ്പോൾ മൂന്നാം സ്ഥാനക്കാരനല്ല, താൻ ദൈവത്തോട് സമത്വമുള്ളാണ്, ദൈവമാണ്. ആ ദൈവമാണ് എൻ്റെ നിങ്ങളുടെ അകത്ത് വന്ന് വാസം ചെയ്യുന്നത്. He is the one that brings heaven down into earth, into us, into our reality. നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവ സാന്നിധ്യത്തെ, സ്വർഗ്ഗത്തെ ഇറക്കിക്കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. It is the Holy Spirit who makes heaven real for us. പരിശുദ്ധാത്മാവാണ് സ്വർഗ്ഗത്തെ നമുക്ക് യാഥാർത്ഥ്യമാക്കുന്നത്. He is the true witness of the resurrection of Jesus Christ. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സത്യ സാക്ഷിയാണ് താൻ. Hallelujah. He is the witness. താനാണ് സാക്ഷി. You have not seen Jesus rise up from the dead. ഞാനും നിങ്ങളും കർത്താവായ യേശു പുനരുത്ഥാനം ചെയ്തത് കണ്ടില്ല. But our belief that he rose up from the dead is so strong as if we saw it. നമ്മൾ അത് നേരിട്ട് കണ്ടതുപോലെ നമ്മുടെ ഉള്ളിൽ ഇത്ര ഉറപ്പ് വരുന്നതിന്റെ കാരണം അത് കണ്ട സാക്ഷിയാകുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വാസം ചെയ്യുന്നത് കൊണ്ട്. He saw it and he is living in us and testifying with our conscience. Romans 9:1 Paul says he is telling our conscience, yes, I saw Jesus woke up, and that is why I'm giving you hope that you will also rise up again. ആമേൻ. ദൈവ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം നേരിട്ട് കണ്ട ദിക്സാക്ഷിയാകുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ മനസാക്ഷിയോട് ഉറപ്പ് തരികയാണ്. എങ്ങനെയാണോ കർത്താവ് പുനരുത്ഥാനം ചെയ്തത് അതുപോലെ തന്നെ ഞാനും നിങ്ങളും പുനരുത്ഥാനം ചെയ്യുമെന്ന് താൻ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. He is living in us, trying to encourage
encourage us every day. Look, look, look. You have Christ inside of you, the hope of glory. You should not live like this as a slave, but as a conqueror and a victor in Christ ഒരു Jesus. സാധാരണക്കാരനായി നീ ജീവിക്കരുത്. മഹത്വത്തെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ ബോധ്യം നൽകിക്കൊണ്ട് ജയോത്സവമായ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. And we compromise on certain things. എന്നാൽ നാം ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് The moment we, this disease, this issue, the moment you compromise, you become a slave of it. ഏതെങ്കിലും ഒരു സാഹചര്യത്തോട് നിങ്ങൾ അടിയറവ് പറഞ്ഞാൽ, വിട്ടുവീഴ്ച ചെയ്താൽ ആ സാഹചര്യത്തിന് നിങ്ങൾ അടിമയായി തീരുകയാണ്. Hallelujah. That is why the word says in Galatians 4:1, as long as the heir is like a child, nothing will be open to him. അതുകൊണ്ടാണ് ഗലാത്യർ 4:1 പറയുകയാണ്, അവകാശി സർവ്വത്തിന്റെയും ഉടയവനാണെങ്കിലും താൻ ശിശു ആയിരിക്കുന്നിടത്തോളം ആ വീട്ടിലെ ദാസനേക്കാളും ഒട്ടും ശ്രേഷ്ഠതയുള്ള വ്യക്തിയല്ല. Romans 8 it says you are the heir of God and the co-heir with Christ. റോമർ 8 വ്യക്തമായിട്ട് പറയാണ്, നാം ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടവകാശിയും അത്രേ. But it will not be any use if you are still a child. എന്നാൽ ഇത്ര അവകാശം നമുക്കുണ്ടെങ്കിലും ഒരു ശിശുവായിരുന്നാൽ അതിന്റെ യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. Turn to your neighbor and say you should be nourished with the words of faith. അടുത്തിരിക്കുന്നവരുടെ വിശ്വാസത്തിന്റെ വചനത്താൽ പോഷണം ലഭിക്കണം. Grow in faith. വിശ്വാസത്തിൽ Be a വളരണം. mature Christian. ഒരു പക്വതയുള്ള ക്രിസ്ത്യാനിയായി തീരണം. What happens when you are mature? പക്വത വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Small things in life will not matter to you. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങളെ ബാധിക്കത്തില്ല. You will know the authority what you have in Christ Jesus. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള അധികാരത്തെ നിങ്ങൾ തിരിച്ചറിയുന്ന When വ്യക്തിയായിരിക്കും. you are mature, നിങ്ങൾ you പക്വതയെത്തുമ്പോൾ will not go and ask for prayer for someone. You will say, in the name of Jesus, bow down in Jesus' name. പക്വതയുള്ള ഒരു വ്യക്തിയായി തീരുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ നടക്കില്ല. അധികാരത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ നിന്നെ മടക്കുവാൻ നിങ്ങൾ സാഹചര്യത്തോട് പറയും. Hallelujah. So the Holy Spirit has given access to a new realm in our life, which is the realm of faith. വിശ്വാസത്തിന്റെ തലമെന്ന ഒരു പുതിയ ആത്മീയ തലത്തിലേക്ക് നമുക്കൊരു പ്രവേശനം ദൈവത്തിന്റെ ആത്മാവ് നൽകിയിരിക്കുകയാണ്. Can you say the realm of faith? പറഞ്ഞാട്ടെ, വിശ്വാസത്തിന്റെ തലം. വിശ്വാസത്തിന്റെ തലം, വിശ്വാസത്തിന്റെ തലം, വിശ്വാസത്തിന്റെ തലം. It is a realm which you can operate even today, where you will be in a position where you will always attract the goodness of God, the miracles of God, and the supernatural from God. ആമേൻ. ഈ വിശ്വാസത്തിന്റെ തലത്തിന്റെ പ്രത്യേകത, നിങ്ങൾ എവിടെ പോയാലും നന്മകൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, അത്ഭുതങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും, ആത്മീയ മണ്ഡലത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷിക്കപ്പെടുന്നതാണ് ഈ വിശ്വാസത്തിന്റെ തലം. Hallelujah. This realm was the realm from which we first came from. ഈ തലത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും ഇങ്ങോട്ട് വന്നത്. Before we came to this realm of time, we are from the realm of faith. സമയത്തിന്റെ കാലപരിധിയിലേക്ക് ഞാനും നിങ്ങളും വരുന്നതിന് മുമ്പ് വിശ്വാസത്തിന്റെ ഈ തലത്തിലായിരുന്നു ഞാനും നിങ്ങളും ആയിരുന്നത്. So that is why in the New Testament it is written more than 250 times of faith. അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ 256-ലധികം തവണ വിശ്വാസത്തെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. Hallelujah. Hallelujah. More it plays, the word says, വചനം പറയുന്നു, without faith it is impossible to please God. ഇബ്രാഹിം പറയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. Romans 10:8 Paul is saying that is why we preach faith. അതുകൊണ്ടാണ് റോമർ 10:8 പൗലോസ് പറയാണ്, ഞങ്ങൾ വിശ്വാസം പ്രസംഗിക്കുന്നത്. 1 Timothy 4:6 it says we are nourished with the words of faith. 1 തിമോത്തി 4:6 പറയാണ്, ഞങ്ങൾ വിശ്വാസത്തിന്റെ വചനത്താൽ പോഷണം ലഭിച്ചവരാണ്. Romans 1:17 the word says we live by faith. റോമർ 1:17 പറയാണ്, ഞങ്ങൾ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. Ephesians 3:17 says Christ dwells in us by faith. എഫേസ്യർ 3:17 പറയാണ്, ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളിൽ വസിക്കുന്നു. Hebrews 11:38 it says those who withdraw from faith I have no pleasure with him. എബ്രായർ 11:38 പറയാണ്, വിശ്വാസത്തിൽ നിന്ന് പിന്മാറ്റത്തിൽ പോയവരെ കുറിച്ച് എനിക്ക് സന്തോഷമില്ല. 1 John 5:4 it says we overcome by faith. 1 യോഹന്നാൻ 5:4 പറയുന്നു, നാം വിശ്വാസത്താലാണ് അതിജീവിക്കുന്നത്. Turn to your neighbor and say faith plays a key role in your life. അടുത്തിരിക്കുന്നവരുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നുണ്ട്. This faith came in us with the
the Holy Spirit with this dunamis power. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ഈ വിലയേറിയ വിശ്വാസം, വിലയേറിയ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. Turn to your neighbor and say, the moment the Holy Spirit came in you, you are not longer bound by human conditions. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ഇനി മാനുഷികമായ ഒന്നിനും നമ്മളെ ഒതുക്കുവാൻ കഴിയുകയില്ല. Hallelujah. The moment the Holy Spirit came in you, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന നിമിഷം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് അകത്ത് വന്നു കഴിയുമ്പോൾ ഇനി മുതൽ നിങ്ങളെ ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, പുതിയ സൃഷ്ടിയെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്ന് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാൽ നിങ്ങൾ മനുഷ്യരല്ല, പുതിയ സൃഷ്ടിയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും ഭൂമിയിലും ഈ ശരീരത്തിൽ തന്നെ ഇരുന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. ഹല്ലേലൂയ. You can access heaven and you can access earth. സ്വർഗത്തിലും ഭൂമിയിലും രണ്ടിടത്തും പ്രവേശനമുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീനമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറുകയാണ്. Hallelujah. You can see heaven and you can see earth. സ്വർഗത്തെ കാണാം, ഭൂമിയെയും കാണാം. You can see heaven, you can see earth. സ്വർഗം കാണാം, ഭൂമിയും കാണാം. Jesus said, I am the door. യേശു പറഞ്ഞു, ഞാനാണ് വാതിൽ. I am the door. ഞാനാണ് വാതിൽ. I am the veil. You can go in and out. You can find your pastures. നിങ്ങൾക്ക് അകത്തും പുറത്തും കയറി പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്താവുന്ന തിരശ്ശീല ഞാനാണ്. Hallelujah. And it is faith gives you access. വിശ്വാസമാണ് അങ്ങോട്ടുള്ള പ്രവേശനം നൽകുന്നത്. Apart from faith, there is no supernatural in your life. വിശ്വാസം കൂടാതെ ഒരു അമാനുഷികമായ കാര്യവും ജീവിതത്തിൽ നടക്കില്ല. Hallelujah. Can you say, I came from the realm of faith? ഇങ്ങനെ പറഞ്ഞാട്ടെ, ഞാൻ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ഒർച്ചത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് ഈ ഭൂമിയിൽ യേശു പറഞ്ഞൊരു വാക്കാ, even though I am here, I am not from here. കർത്താവ് പറഞ്ഞു, ഞാൻ ഇവിടെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് വന്നയാളല്ല. Jesus told the disciples, Jesus said in John, just as I am not from here, they are also not from here. കർത്താവ് തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവേ, ഞാൻ ഈ ഭൗമികനല്ലാതായിരിക്കുന്നത് പോലെ അവരും ഭൗമികരല്ല. Hallelujah. Because we have here from the realm of faith, നമ്മൾ വിശ്വാസത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് തലത്തിൽ because we are here from heaven, നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് things which are not in heaven should not even be named among us. അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ മധ്യത്തിൽ പേര് പറയാൻ പോലും പാടില്ല. Which means there is no sickness in heaven. അതിന് കാരണം സ്വർഗ്ഗത്തിൽ രോഗങ്ങളില്ല. Which means there should be no sickness in our body. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ രോഗം കാണാൻ പാടില്ല. Hallelujah. Hallelujah. I am inviting you into a realm of faith. വിശ്വാസത്തിന്റെ ഒരു തലത്തിലേക്ക് ഞാൻ നിങ്ങളെ I am ക്ഷണിക്കുകയാണ്. inviting each and every one of you. ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. And you can live in this realm today now. ഇപ്പോൾ ഈ നിമിഷം ഈ തലത്തിൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. Hallelujah. Hallelujah. When I look into that realm, ഞാൻ ആ തലത്തിലേക്ക് there നോക്കുമ്പോൾ is no sickness. അവിടെ രോഗമില്ല. So in my body also there should not be any sickness. അങ്ങനെയാണ് എന്റെ ശരീരത്തിൽ ഒരു രോഗം കാണാൻ പാടില്ല. In that realm there is no poverty. ആ തലത്തിൽ ദാരിദ്ര്യമില്ല. Down here there should not be any poverty. അങ്ങനെയാണെങ്കിൽ എന്റെ ജീവിതത്തിലും ദാരിദ്ര്യം കാണാൻ പാടില്ല. Over there is no sorrow, there is no sadness. അവിടെ ദുഃഖമോ കണ്ണുനീരോ നിലവിളിയോ ഇല്ല. Over here when I look, there should not be, there is always the bubbling joy of the Holy Spirit. എന്റെ ജീവിതത്തിലും കണ്ണുനീരോ നിലവിളിയോ കാണാൻ പാടില്ല. മറിച്ച് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അത് നുര പൊങ്ങിക്കൊണ്ടിരിക്കണം. Hallelujah. Amen. Which realm you pay close attention to, you will enjoy on this earth. ഏത് മണ്ഡലത്തിലാണോ നിങ്ങൾ ശ്രദ്ധ വെക്കുന്നത്, ആ മണ്ഡലം, ആ തലമായിരിക്കും നിങ്ങൾ ഈ ഭൂമിയിൽ ആസ്വദിക്കുന്നത്. Hallelujah. If your focus is on heaven, you will enjoy heavenly things. If your focus is on here in earthly things, things of the earth start to creep upon you. സ്വർഗീയമായ കാര്യങ്ങൾ ഉയരത്തിലുള്ളതാണ് നിങ്ങൾ ശ്രദ്ധ വെക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. എന്നാൽ ഈ ഭൂമിയിലുള്ള ഭൗമികമായ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധ വെക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇഴഞ്ഞു കയറുവാൻ തുടങ്ങും. Hallelujah. That is why the word says in Colossians, always think about the things which are in heaven. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം പറയുന്നത് എപ്പോഴും ഉയരത്തിലുള്ളത് ചിന്തിക്കുക. Hallelujah. Jesus said, first seek me, the things which are in heaven, seek me and my kingdom, and everything will be added unto you. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉന്നമേ എന്നെ അന്വേഷിക്ക്, എന്റെ രാജ്യം അന്വേഷിക്ക്, ഭൗമികമായതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. When you are living in the realm of faith, വിശ്വാസത്തിന്റെ തലത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ things will be added to you. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. Hallelujah. Things will be added to you. നിങ്ങളോട് ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. Things will start following you. നിങ്ങൾക്ക് നിങ്ങളെ പിന്തുടരാൻ തുടങ്ങും. Hallelujah.
Hallelujah. You will not have to run after things. നിങ്ങൾ എന്തിനെങ്കിലും പുറകെ ഓടേണ്ട വരത്തില്ല. Things will come after you. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ജീവനും ഭക്തിക്കും വേണ്ടത് നിങ്ങളുടെ പിന്നാലെ വരും. Always remember this. എല്ലായ്പ്പോഴും ഓർക്കുക. Always remember this. എല്ലായ്പ്പോഴും ഓർമ്മയിൽ The വെക്കുക. things that you run after are your masters. നിങ്ങൾ എന്തിന്റെ പുറകെയാണ് ഓടുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടമസ്ഥൻ യജമാനനായി തീരും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് നിങ്ങൾ എന്തിന്റെ പുറകെ ഓടുന്നോ അത് നിങ്ങളുടെ യജമാനനായി മാറും. അത് കാശായിക്കോട്ടെ, സ്ഥാനമായിക്കോട്ടെ, നിങ്ങളുടെ മക്കളുടെ കാര്യമായിക്കോട്ടെ, അവരുടെ പുറകെ ഓടിയാൽ it will become your master. And Jesus said you can only serve one master at a time. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് ഒരേ സമയത്ത് ഒറ്റ യജമാനനെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. Hallelujah. When you run after Jesus the master, everything else will follow you. യേശു എന്ന ഉടയവന്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങളുടെ പുറകെ വരാൻ തുടങ്ങും. Let me tell you something today. ഇന്ന് ഒരു കാര്യം ഞാൻ നിങ്ങളോട് This പറയട്ടെ. is the day for your breakthrough. ഇന്ന് നിങ്ങളുടെ വിടുതലിന്റെ This is the ദിവസമാണ്. last day that you are going to run after things of this world. The things of this world will be added to you. ഈ ലോകത്തിലെ വസ്തുവകയുടെ പിന്നാലെ നിങ്ങൾ ഓടിയ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഇനിയും അതെല്ലാം നിങ്ങളോട് ചേർക്കപ്പെടുവാൻ പോകുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് ഒന്ന് പറഞ്ഞേ, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം, സ്വാഗതം, സ്വാഗതം. Hallelujah. So it things what you focus on you will enjoy here on earth. എന്തിനെയാണോ നമ്മൾ ശ്രദ്ധ വെക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്, അത് ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിക്കും. Hallelujah. The biggest lions of this world. Lions. ഈ ലോകത്തിലെ ഏറ്റവും നല്ല സിംഹങ്ങൾ, The lions. നല്ല സിംഹങ്ങൾ, The biggest lions of this world are found in Africa. ഈ ലോകത്തിലെ ഏറ്റവും ബലശാലികളായിട്ടുള്ള സിംഹത്തെ കാണുന്നത് ആഫ്രിക്കൻ കാടുകളിലാണ്. ആഫ്രിക്കയിലാണ്. Big, huge, with just by the watch of it, you will get scared. അതിന്റെ ഒരു നോട്ടം കണ്ടാൽ പേടിച്ചു പോകും. അതുപോലെ It is not bigger than a lion, but not bigger than an elephant. But when the lion comes and sees this, when the elephant comes and sees this lion, he makes way and let the lion pass. ആനയുടെ അത്ര വലിപ്പമൊന്നും ഇതിനില്ലെങ്കിലും ആന ഇതിനെ കണ്ടാൽ ആന വഴിമാറി പോകും. Hallelujah. The biggest lions are from Africa. അപ്പം ഈ ലോകത്തിലെ ഏറ്റവും ബലശാലികളായ വലിയ സിംഹങ്ങൾ ആഫ്രിക്കൻ വനങ്ങളിലാണ്. If I take the child of that lion, എന്നാൽ ആ സിംഹത്തിന്റെ ഒരു സിംഹക്കുട്ടിയെ ഞാൻ എടുത്തിട്ട്, just child of that lion, ആ വലിയ ബലശാലിയായ സിംഹത്തിന്റെ കുട്ടിയെ ഞാൻ and എടുത്തിട്ട് if I bring it to Karapura, അത് ഞാൻ കാരാപ്പുഴ കൊണ്ടുവന്നിട്ട് if I will make it my pet, അതിനെ ഞാൻ എൻ്റെ ഒരു വളർത്തുമൃഗമാക്കിയാൽ it will not grow like its father back in Africa. ആ ആഫ്രിക്കയിലെ വനാന്തരങ്ങളെ അടക്കി വാഴുന്ന തന്റെ അപ്പനെ പോലെ അതാകത്തില്ല. It will never grow. It might be the first A quality lion, but it will not grow like its father in heaven, because I am not providing him with the right environment, right atmosphere to grow. അത് എത്ര വലിയ ഗ്രേഡ് കൂടിയ സിംഹക്കുട്ടിയാണെങ്കിലും തന്റെ അപ്പനെ പോകലാകില്ല. കാരണം എന്താ? അതിന് വേണ്ട ഒരു സാഹചര്യം, അനുകൂലമായ സാഹചര്യം ഞാൻ ഒരുക്കി കൊടുക്കുന്നില്ല. That is why zoos create good atmosphere for these animals. അതുകൊണ്ടാണ് നമ്മുടെ ഈ മൃഗശാലകളിലൊക്കെ നല്ലൊരു അന്തരീക്ഷം അവരവിടെ ഉണ്ടാക്കുന്നത്. It will not grow because I'm not giving him the right nutrition. I'm not giving him a place to run and hunt for his prey. I'm not giving him the atmosphere like his father. അതിനു വേണ്ട പോഷകങ്ങൾ കൊടുക്കുന്നില്ല. അതിനൊന്ന് ഓടിച്ചാടി തന്റെ ഇരയെ പിടിക്കാനുള്ള അവസരമില്ല. ആ പിതാവിന് കിട്ടുന്ന സ്വാതന്ത്ര്യമൊന്നും ഇതിനില്ല. Hallelujah. But if I give him the right atmosphere like in Africa, it will grow like his father. ആഫ്രിക്കയിലെ പോലെ തന്നെ ഒരു അനുകൂല സാഹചര്യം ഞാൻ ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ തന്റെ പിതാവിനെ പോലെ താനും ഒരു ബലശാലിയായി The same way. അതുപോലെ തന്നെ The same way. അതുപോലെ തന്നെ You and me. ഞാനും നിങ്ങളും You and me have come from this realm of faith. വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് വന്നവരാണ്. We have been put here in this earth ഈ ഭൂമിയിൽ നമ്മളെ ആക്കി for വെച്ചിരിക്കുകയാണ്. us to grow like our father. അപ്പനെ പോലെ വളർന്ന് ബലശാലിയാകാൻ You have to provide me with the right atmosphere. ശരിയായ സാഹചര്യം നിങ്ങൾക്ക് ലഭിച്ചാൽ, You have to receive the right atmosphere. അനുകൂലമായ സാഹചര്യം നിങ്ങൾക്ക് You ഉണ്ടാകണം. have to hear my words of faith. വിശ്വാസത്തിന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. When you hear it, വിശ്വാസത്തിന്റെ വാക്കുകൾ when നിങ്ങൾ you hear കേൾക്കുമ്പോൾ, this, ഇത് കേൾക്കുമ്പോൾ you will grow like your father. പിതാവിനെ പോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ You will ബലശാലിയാകും. be strong as your father. പിതാവിനെ പോലെ You will ബലശാലിയാകും. start to enjoy the things of that realm. ആ മണ്ഡലത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങൾ
അനുഗ്രഹങ്ങളും ഇവിടെ ആസ്വദിക്കുവാൻ ആരംഭിക്കും. Turn to your neighbor and say, turn into your lion like your father. അടുത്തിരിക്കുന്ന പറഞ്ഞ അപ്പനെ പോലെ നല്ല ബലശാലിയായി തീരണം. Hallelujah. Strong like your father. പിതാവിനെ പോലെ ശക്തനായി I തീരണം. am not talking about the ordinary earthly lion. I am talking about the lion of the tribe of Judah. ഭൂമിയിലുള്ള ഏതോ സിംഹത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യഹൂദ ഗോത്രത്തിലെ ഗർജിക്കുന്ന രാജസിംഹമാകുന്ന നമ്മുടെ കർത്താവ്. Which means these days when you go, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ, when you're strong like your father, പിതാവിനെ പോലെ ശക്തനാകുമ്പോൾ, you don't even have to say anything. നിങ്ങൾ ഒരു വാക്ക് പോലും പറയേണ്ട വരത്തില്ല. When you start to walk, നിങ്ങൾ നടന്ന് ചെല്ലുമ്പോൾ, when you start to walk, നിങ്ങൾ നടക്കുവാൻ this is going to തുടങ്ങുമ്പോൾ, happen to many of you. നിങ്ങൾ പലർക്കും ഇത് സംഭവിക്കാൻ This പോകുന്നു. week, ഈ ആഴ്ച, September, ഈ സെപ്റ്റംബറിൽ, a September to remember. ഓർമ്മ വെക്കുന്ന ഒരു സെപ്റ്റംബർ The മാസം, moment you decide and know about your father, നിങ്ങളുടെ പിതാവിനെ തിരിച്ചറിഞ്ഞൊന്ന് നടക്കാൻ you will തുടങ്ങുമ്പോൾ, just walk നിങ്ങൾ നടക്കുമ്പോൾ and seas will depart from you. നിങ്ങളുടെ മുമ്പിൽ കടലുകൾ പിന്മാറുവാൻ തുടങ്ങും. Jordan will be separated in front of you. നിങ്ങളുടെ മുമ്പിൽ യോർദാൻ പിന്മാറാൻ തുടങ്ങും. Red seas will be separated in front of you. നിങ്ങളുടെ മുമ്പിൽ ചെങ്കടലുകൾ പിളരുവാൻ തുടങ്ങും. Hallelujah, because it is not seeing you. കാരണം നിങ്ങളിൽ അവ ചിലത് It കാണുവാൻ is തുടങ്ങും. seeing the dunamis power of God operating in you. കാരണം നിന്നെ അല്ലേ നീ സാഹചര്യം കാണാൻ പോകുന്നത്, നിന്റെ അകത്തെ ദൈവശക്തി നിന്റെ സാഹചര്യം കാണാൻ പോകുകയാണ്. Hallelujah. ഹല്ലേലൂയ. Turn to your neighbor and say, come into the realm of faith. അടുത്തിരിക്കാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് കയറി വന്നാട്ടെ. Oh, come into the realm of faith. വിശ്വാസത്തിന്റെ തലത്തിലേക്ക് Stop വന്നാട്ടെ. walking in this earthly system. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്നത് നിർത്തിയാട്ടെ. Take a seat, take a seat. Stop walking in this earthly system. ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ നടക്കുന്നത് നിർത്തിയാട്ടെ. Hallelujah. ഹല്ലേലൂയ. The moment you compromise, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്ന the നിമിഷം, moment you adjust, this is fine. My immediate prayer requests are over. My kids are better, they are working, they are studying. The moment you start to compromise, you start not to enjoy things of heaven. സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്ത് എൻ്റെ അത്യാവശ്യ പ്രാർത്ഥനാവശ്യങ്ങൾക്കൊക്കെ വിടുതലായി, കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ റെഡിയായി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ആ സ്വർഗത്തിന്റെ ആ നിറവിൽ നടക്കാൻ ഒക്കത്തില്ല. It is not, God is not showering upon you. No. The thing is, you stop seeking Him. ഇത് കർത്താവ് തരുന്നത് നിർത്തിയ നല്ല ഇതിന്റെ അർത്ഥം നമ്മൾ അന്വേഷിക്കുന്നത് കുറച്ചു, അതാണ് കാര്യം. Hallelujah. When you start walking in the realm of faith, ആ വിശ്വാസത്തിന്റെ തലത്തിൽ നാം നടക്കുമ്പോൾ your prayer style will change. നിങ്ങളുടെ പ്രാർത്ഥന ശൈലി മാറും. It will stop from complaining to requesting. അതെ, പിറുപിറുപ്പും പരാതിയും പറയുന്നതിൽ നിന്നൊക്കെ മാറും. പിന്നെ It will be requesting. Father, you know this. അഭ്യർത്ഥനയായിട്ട് മാറും. Hallelujah. Father, you know this. പിതാവേ, അങ്ങേക്ക് അറിയാമല്ലോ. You know this. അങ്ങേക്ക് Let അറിയാമല്ലോ. me ask you a question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Let me ask you a ഞാൻ question. നിങ്ങളോട് ചോദ്യം If ചോദിക്കട്ടെ. Jacob and Noah asks me, ജേക്കബ് നോയും എന്നോട് ഒരു കാര്യം during ചോദിച്ചാൽ, lunch, Daddy, I am hungry. പപ്പ എനിക്ക് വിശക്കുന്നു, I am hungry. എനിക്ക് വിശക്കുന്നു, If they ask me that, അങ്ങനെ ചോദിച്ചാൽ it means I am a very insensitive father. എനിക്ക് ഒരു ഉത്തരവാദിത്തമില്ലാത്ത പിതാവാണെന്നല്ലേ എൻ്റെ If അർത്ഥം. they ask me, if I give them an opportunity to ask me, it means I am an irrespective, not a good father. അങ്ങനെ ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ അവർക്ക് ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം ഒരു ഉത്തരവാദിത്തമില്ലാത്ത പിതാവാണ് ഞാനെന്നാണ്. How much more faithful is our heavenly Father? അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിതാവ് എത്ര വിശ്വസ്തനാണ്. He knows the things which you need even before you ask Him. നാം ചോദിക്കുന്ന മുമ്പ് നമ്മുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന പിതാവ്. He knows the answer is always ready. എപ്പോഴും ഉത്തരം റെഡിയാണ്. It is ready inside of you. നിങ്ങളുടെ ഉള്ളിലെ ഉത്തരം It ഒരുക്കമാണ്. is hovering over you. നിങ്ങളുടെ ചുറ്റും നന്മകൾ ഇതാ വട്ടം It is കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. hovering over you. നിങ്ങളുടെ ചുറ്റിനും അത് Your വന്നിരിക്കുകയാണ്. prayer style will change. നിങ്ങളുടെ പ്രാർത്ഥന ശൈലി മാറും. Hallelujah. ഹല്ലേലൂയ. So then you will ask me. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, Then you will ask me, where are the things which I prayed for? അങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും, ഞാൻ ഈ പ്രാർത്ഥിച്ച ആ കാര്യങ്ങളൊക്കെ എന്ത് I ചെയ്യും? prayed for this many years. Where are my things? വർഷങ്ങളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചല്ലോ, അതൊക്കെ എവിടെയാ? It is hovering over you. നിങ്ങളുടെ ചുറ്റിനും അത് വട്ടം It is hovering over you. നിങ്ങളെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. When a plane is not able to land,
ഒരു വിമാനത്തിന് അതിന് ലാൻഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, when it does not have sufficient space to land, the ATC, the air traffic controller, asks the pilot, just go around till we find a space for you to stand, to land, and this place is called the holding pattern. നിങ്ങൾക്കറിയാമോ, ഒരു വിമാനം ഇറങ്ങാൻ റൺവേ ഫ്രീ അല്ലാതെ വരുന്ന സമയത്ത് ഓഫീസർ ഇങ്ങനെ പറയും, നിങ്ങൾ അതിന് ചുറ്റും ഒന്ന് വട്ടം കറങ്ങുക, അതിനൊരു ഹോൾഡിംഗ് പാറ്റേൺ എന്നാണ് അതിനെ പറയുന്നത്. It's called the holding pattern, where the flights fly around waiting for a space to land. ലാൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. It is waiting for the right space to land. ശരിയായ സ്ഥലം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. You ask me, where are the things I prayed for? ഞാൻ നാളുകളായി പ്രാർത്ഥിച്ച കാര്യങ്ങൾക്ക് എവിടെയാണെന്ന് Let me give you an answer. ഞാൻ ഉത്തരം പറയട്ടെ. It is right there on top of you, on your holding pattern. നിന്റെ ഹോൾഡിംഗ് പാറ്റേണിൽ അതെല്ലാം വന്ന് It നിൽപ്പുണ്ട്. is revolving around you. Everything you ever prayed for in your life is revolving around you, on top of you, in your holding pattern. നിന്റെ ജീവിതകാലത്തിൽ നീ ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ആ ഹോൾഡിംഗ് പാറ്റേണിൽ നിന്റെ ചുറ്റും തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. It is waiting for the right landing strip to land. ഒരു നല്ല റൺവേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. It is waiting for the right runway to land. ശരിയായ റൺവേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. Hallelujah. Hallelujah. When the runway is ready. റൺവേ റെഡി ആയിരിക്കുമ്പോൾ, When the runway is ready, runway ready it is waiting for you. It is waiting to land. അത് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഒന്ന് This കാത്തിരിക്കുക. week, ഈ ആഴ്ച, this week, ഈ ആഴ്ച, this week, ഈ ആഴ്ച September to remember. ഓർമ്മയിൽ വെക്കുന്ന ഒരു സെപ്റ്റംബർ, September to remember. ഓർത്ത് വെക്കുന്ന സെപ്റ്റംബർ, September to remember. ഓർമ്മയിലുള്ള സെപ്റ്റംബർ. Many planes are landing this week. നിന്റെ പല വിമാനങ്ങളും ലാൻഡ് ചെയ്യാൻ പോവാണ്. In the spirit realm, I am giving you a green signal. You can land. ആത്മമണ്ഡലത്തിൽ ഞാൻ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുകയാണ്, നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സമയമായി. You can land on their lives. ഇവരുടെ ജീവിതങ്ങളിൽ ലാൻഡ് ചെയ്യാൻ You can സമയമായി. land. നിനക്ക് ലാൻഡ് ചെയ്യാം. ഇനിയും പറയാനുണ്ട്, ഇനിയും പറയാനുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. സുജാൻ, ഞങ്ങളെ ബാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഞാനും ബാക്ക് നിന്നപ്പോൾ എന്റെ സൗണ്ട് ബാക്കിൽ ശരിക്കും കേൾക്കുന്നില്ലായിരിക്കും. ശ്രദ്ധിച്ചോണേ. Hallelujah. Can you say the holding pattern? പറഞ്ഞാട്ടെ, ഹോൾഡിംഗ് പാറ്റേൺ. ഹോൾഡിംഗ്, ഇത് ഇങ്ങനെ ഫ്ലൈറ്റ് എല്ലാം ഇങ്ങനെ എന്നിട്ട്, പക്ഷേ ഈ വലിയ there are flights called the A380s and all, huge big flights. വലിയ 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 വിമാനങ്ങളുണ്ട്. And these huge flights, they cannot land on very small runways. No. ചെറിയ റൺവേകളിൽ അതിന് ഇറങ്ങാൻ പറ്റത്തില്ല, കാരണം ഇത് വലിയ വിമാനം. It needs a very special, huge, big runway. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വലിയ റൺവേകളുണ്ട്. Are your prayer requests taking time to answer? നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് പൂർത്തീകരിക്കാൻ സമയമെടുക്കുന്നുണ്ടോ? Is it taking time? അത് സമയമെടുക്കുന്നുണ്ടോ? If it is taking time, സമയമെടുക്കുന്നുണ്ടെങ്കിൽ good. നല്ലതാ, Good. നല്ലതാ, Good. നല്ലതാ. It is not a small propeller plane which is landing. അത് ചെറിയ പ്രൊപ്പല്ലറുള്ള കുഞ്ഞു വിമാനമല്ല. The miracle is going to be like a huge flight going to land in your life these days. നീ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനാ വിഷയം ചെറിയ വിമാനമായിട്ടല്ല, വലിയ വിമാനമായിട്ട് അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ പോകുകയാണ്. ചെറിയ നേപ്പാളിലൊക്കെ പോകുമ്പോൾ ചെറിയ കാറ്റാടി പ്ലെയിൻസ് ഉണ്ട്, ഈ പ്രൊപ്പല്ലർ ഉണ്ട്. അധികം ആൾക്കാർക്കൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷേ വലിയ A380 എന്നൊക്കെ പറഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. കുറെ ആൾക്കാർ ഡബിൾ ഡെക്കർ എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. പ്രൊപ്പല്ലർ പ്ലെയിൻ വരുവാണെങ്കിൽ 10-50 പേർക്കൊക്കെ ചെറിയ മിറക്കിൾസ് ആയിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നത്. ബട്ട് ഇഫ് യു ആർ പ്രേയിങ് ആൻഡ് യുവർ മിറക്കിൾ ഹാസ് നോട്ട് ഹാപ്പൻ, ക്യാൻ യു സേ താങ്ക് യു ജീസസ്? നന്ദി യേശുവേ. If the miracle has not yet happened, can you say thank you Jesus? ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ച അത്ഭുതം വെളിപ്പെട്ട് വന്നിട്ടില്ലെങ്കിലും ഒന്ന് നന്ദി യേശുവേ എന്ന് പറഞ്ഞേ. The miracle which is going to happen will be huge. കാരണം വരാൻ പോകുന്ന അത്ഭുതം ചെറുതല്ല, അത് വലിയതായിരിക്കും. How do you get your this runway to become bigger? It is by hearing these words of faith. എങ്ങനെയാണ് ഈ വലിയ വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനുള്ള റൺവേ വലുതാക്കുന്നത്? വിശ്വാസത്തിന്റെ വചനം കേൾക്കുന്നതിലൂടെ. The more you focus on the heavenlies, the more your spirit man will become bigger and bigger. സ്വർഗീയ കാര്യങ്ങളിൽ നാം കൂടുതൽ ശ്രദ്ധ വെക്കുന്തോറും നമ്മുടെ ആത്മമനുഷ്യൻ വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കും. Hallelujah. When you move into that realm of faith, your inner man becomes bigger. ആ വിശ്വാസത്തിന്റെ തലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ വലിയ വ്യക്തിയായി തീരും. Your inner man is a very huge person. If you have not seen it, ask the Holy Spirit to show you. അകത്തെ മനുഷ്യൻ വലിയ ആളാണ്. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ മതി. ആ വ്യക്തി ഒരു വലിയ ആളാണ്. Hallelujah.
let me not break from the point. Okay, so this holding pattern. ഈ ഹോൾഡിംഗ് പാറ്റേണിൽ ഹോൾഡിംഗ് പാറ്റേൺ വിട്ടുള്ള കളിയില്ല. അതിന്റെ അർത്ഥം ഈ ആഴ്ച എന്താണ്ടൊക്കെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാ, ഈ മാസം എന്തോ ഒക്കെ നടക്കാൻ പോകും. എനിക്ക് അങ്ങോട്ട് വിടാൻ പറ്റുന്നില്ല. അവിടുന്ന് എനിക്ക് ഇച്ചിരി കൂടെ പറയാനുണ്ട്. Do you know how to immediately break this holding pattern? ഈ ഹോൾഡിംഗ് പാറ്റേണിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിമാനങ്ങളെ പെട്ടെന്ന് എങ്ങനെയാണൊന്ന് ലാൻഡ് ചെയ്യിക്കാൻ പറ്റുന്നത്? ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്നൊക്കെ പറയുന്നത്, ഇൻസ്റ്റന്റ് പൊട്ടീര്. ഈ ഒരു പാറ്റേൺ പൊട്ടിച്ച് ഇവരെ എങ്ങനെ താഴെ ഇറക്കാം? Hallelujah. Hallelujah. The miracles which are happening. ആ അത്ഭുതങ്ങൾ ഇങ്ങനെ നടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ടിയ വീടായിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, എന്നൊക്കെ പ്രാർത്ഥിച്ചു. എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ച സാധനങ്ങളെല്ലാം നിങ്ങളുടെ തലയുടെ മേളിൽ ഇങ്ങനെ ഒന്ന് കിടന്ന് കറങ്ങുന്നതൊന്ന് കണ്ട് ഇങ്ങനെ പെട്ടെന്ന് എങ്ങനെ പൊട്ടിക്കണ്ടേന്നറിയോ? എങ്ങനെയാ അത് പെട്ടെന്ന് പൊട്ടിച്ച് താഴെ കൊണ്ടുവരണ്ടേന്നറിയോ? ഊരാമാന ശന്ദാനാദാ ഊരാമാന ആറിദനേ റപ്താരാഘ ഊരാമാന റവനേ റത്താരാദാര ഊരമനാജ റത്തഗനേനേ രമനഗരാദഗര. Your praise breaks your holding pattern. നിങ്ങളുടെ ആരാധന ആ പാറ്റേൺ പൊട്ടിച്ച് വിമാനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് your praise brings down things, miracles in your life. നിന്റെ സ്തുതിയും ആരാധനയും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ വിളിച്ചുകൊണ്ടുവരും. Hallelujah. Psalms 149:6 it says, bring the high praises to God. അവിടെ സങ്കീർത്തനം 149 പറയുകയാണ്, ഉന്നതമായ സ്തുതികൾ കർത്താവിന് കൊണ്ടുവന്നാട്ടെ. ഇന്ന് രാവിലെ ആരെങ്കിലും ഉന്നതമായ സ്തുതികൾ ഇവിടെ കൊണ്ടുവന്നിരിപ്പുണ്ടോ? ഉന്നതമായ സ്തുതികൾ കൊണ്ടുവന്നിരിക്കുന്നവർ മാത്രം അന്യഭാഷകളിൽ റിമന റപ്തന റവന പ്രൗഢന രിദന ശദനേ രദന റത്തന രദനേ. That entire chapter, ആ അധ്യായം മുഴുവനും it's talking about praise. അത് മുഴുവൻ സ്തുതിയെ കുറിച്ചാണ് പറയുന്നത്. It's talking about praise. സ്തുതിയെ കുറിച്ച്. 149:6 149 സങ്കീർത്തനം 6 വാക്യം. ഒന്ന് വായിച്ചൊന്ന് പോയിക്കോ. Let the high praises of God be in their mouth. അവരുടെ വായിൽ ദൈവത്തിന്റെ ഉന്നതമായ പുകഴ്ചകൾ ഉണ്ടാകട്ടെ. And the two swords, the double-edged sword. അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാൾ ഉണ്ടായിരിക്കട്ടെ. It is talking about bringing judgment to the nations of the world. രാജ്യങ്ങൾക്കുള്ള ന്യായവിധിയെ കുറിച്ചാണ് അത് പറഞ്ഞു വരുന്നത്. ന്യായവിധി ചെയ്യാൻ വേണ്ടി നമ്മൾ ബുള്ളറ്റും ഈ പറയുന്ന വലിയ തോക്കും കൊണ്ടൊന്നും അല്ല വരുന്ന. We are bringing our praise and the word to bring judgment. അതെ, നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ വചനവും നമ്മുടെ വായിൽ സ്തുതിയും പുകഴ്ചയും അതുമായിട്ടാണ് ന്യായവിധിക്ക് വരുന്നത്. ദൈവവചനം. Praise is a weapon. എന്താണ് അതിന്റെ അർത്ഥം? സ്തുതി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു ആയുധമാണ്. Turn to your neighbor, give them a high five and say, your praise is a weapon. നിന്റെ സ്തുതി എന്ന് പറയുന്നത് വലിയൊരു ആയുധമാണ്. It is a weapon. ഒരു ആയുധമാണ്. It is used. That is what the word says. If you read further down, you can see you bring judgment on the nations with the praises and the word of God. തുടർന്നുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാം, ലോകത്തിന് മേൽ ന്യായവിധി വരുത്തുന്നത് ഈ സ്തുതിയും സ്വന്തം ദൈവത്തിന്റെ വചനവുമായിട്ടാണ്. Praise breaks your holding pattern. ആ സ്തുതി ആരാധന എന്ന് പറയുന്നത് Your praise is powerful. നിങ്ങളുടെ സ്തുതി വളരെ Never ശക്തമാണ്. let your praise cease. നിങ്ങളുടെ സ്തുതി ഒരിക്കലും നിൽക്കരുത്. Hallelujah. അതുകൊണ്ട് പാട്ട് എഴുതിയേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തല രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. Your praise is powerful. നിങ്ങളുടെ സ്തുതി വളരെ ശക്തമാണ്. When you praise, shackles will change. നിങ്ങളുടെ സ്തുതി നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കും. Chains will fall down. ചങ്ങലകൾ അഴിഞ്ഞു വീഴും. Your praise breaks your holding pattern. നിങ്ങളുടെ സ്തുതി ആ ഹോൾഡിംഗ് പാറ്റേണെ മാറ്റിമറിക്കും. Never let praise cease in your house. നിങ്ങളുടെ ഭവനത്തിലെ സ്തുതി ആരാധന നിൽക്കരുത്. Not just worship here, your worship should be louder at home. ഇവിടെ മാത്രം ആരാധിച്ച പോരാ, നിന്റെ ഭവനത്തിൽ ഇതിലും അത്യുച്ചത്തിൽ നീ ആരാധിക്കണം. Because it is a weapon.
അതൊരായുധമാണ്. It is a weapon. അതൊരായുധമാണ്. That is why the devil does not like people who worship. അതുകൊണ്ടാണ് ആരാധിക്കുന്നവരെ പിശാചിന് The താല്പര്യമില്ല. devil does not like people who talk faith. വിശ്വാസം പറയുന്നവരെ പിശാചിന് ഇഷ്ടമില്ല. Even when Jesus spoke faith in Matthew 15, it says that the people were offended by his words. മത്തായി 5-ാം അധ്യായത്തിൽ വിശ്വാസത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ ജനങ്ങൾക്ക് ഇടർച്ചയുണ്ടായെന്ന് നാം വായിക്കുന്നു. Because people doesn't like, the enemy doesn't like you speaking faith, because it knows if you realize the power of faith, his influence on you will go away. ശത്രുവിന് നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുന്നത് ഒട്ടും താല്പര്യമില്ല. കാരണം നിങ്ങൾ വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ നിങ്ങളെ സ്വാധീനിക്കുവാൻ അവന് സാധിക്കുകയില്ല. The enemy knows when you're talking faith, things will change. നിങ്ങൾ വിശ്വാസത്തിൽ വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ പോലും നിങ്ങൾ പറയുന്നതോട് താല്പര്യം കാണത്തില്ല. അതിനെ എതിർക്കുന്നതിന്റെ കാരണം വിശ്വാസം എന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമില്ല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ വിശ്വാസത്തിന്റെ വാക്ക് അതുകൊണ്ട് ഒരിക്കലും കുറയ്ക്കരുത്. വിശ്വാസത്തിന്റെ വാക്കുകൾ കൂട്ടി 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 കൊണ്ടുപോകും. The more you say, the more you prophesy, it will come to pass. വിശ്വാസത്തിന്റെ വാക്ക് നിങ്ങൾ കൂടുതൽ പ്രവചിക്കുന്നതോറും അത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കും. A September to remember. ഓർമ്മ വെക്കുന്ന ഒരു സെപ്റ്റംബർ. Before even the meeting knows, I know the people who are going to enjoy this miracle. ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ മീറ്റിംഗ് ആരൊക്കെയാണ് ആസ്വദിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ഈ കേക്ക് ഈ ഓർത്തിരിക്കാൻ പോകുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് എനിക്ക് ഇവിടെ നിന്ന് കണ്ടാൽ അറിയാം. Because let me give you a sign of an immediate breakthrough. ഒരു പെട്ടെന്ന് ഒരു വിടുതൽ ഉണ്ടാകുന്നതിന്റെ ഒരു അടയാളം ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് അടയാളം, sign for a breakthrough. ഒരു വിടുതലിന്റെ ഒരു അടയാളം. Sign of a breakthrough. ഒരു വിടുതലിന്റെ അടയാളം. Just before a miracle happens, ഒരു അത്ഭുതം നടക്കുന്നതിന് തൊട്ട് മുമ്പ് there is always a change of position. ഒരു സ്ഥാനചലനം ഉണ്ടാകും. There is a change of position in your mentality. നിങ്ങളുടെ മനസ്സിന്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടാകും. There is a change of position from being in a relaxed manner on your seat to rising up to the edge of a seat to receive that miracle. ആമേൻ. എന്താണ് ആ മാറ്റം എന്നറിയാമോ? ആ സ്തോത്രം, അത്ഭുതം നടക്കുന്നതിന്റെ സമയമാകുമ്പം സ്തോത്രം അതുവരെ കസേരയിൽ ഇങ്ങനെ ആ ചാരി വിശ്രമിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ കസേരയുടെ അറ്റത്തോട്ട് ഇങ്ങനെ ഉന്നം പിടിച്ചിരിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വരികയാണ്. There will be a sign, there will be a change of അടയാളമാണ്. നിങ്ങളുടെ സ്ഥാനത്തിന് വന്ന ഒരു മാറ്റം അടയാളമാണ്. Position. ആ സ്ഥാനം, position, സ്ഥാനത്തിന് change of your position. സ്ഥാനമാറ്റം. I'll show you this. ഞാനിത് കാണിക്കാം. Let us go to the book of Mark, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് chapter നമുക്ക് 10 പോകാം. 10-ാം അധ്യായം and verse 46. അതിന്റെ 46-ാമത്തെ വാക്യം. Let us go there. This is the story of Mr. Bartimaeus. ബർത്തിമോയുടെ കഥയാണ്. And verse 46. 40 മർക്കോസ് 10:46. Now let us all go to Jericho. നമുക്ക് എല്ലാവർക്കും ജെരിഹോയിലോട്ടൊന്ന് പോകാം. Let us go there. എരിഹോയിൽ പോകാം. Now they came to Jericho. As he went out of Jericho with his disciples, a great multitude, the blind Bartimaeus, the son of Timaeus, sat by the road begging. അവർ എരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ എരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. സാഹചര്യം ഒന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞാൽ Jericho, just before there are beggars, and the government gives them a coat where you can identify them easily. He's a beggar. അവിടെ ഇരിക്കുന്ന ഒരു ഭിക്ഷക്കാരനാണെന്ന് തിരിച്ചറിയാൻ അവിടെ ഗവൺമെന്റ് അവർക്ക് കൊടുക്കുന്ന ഒരു പുതപ്പുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു അംഗീകാരമുണ്ട്. Hallelujah. Amen. That is why I'll tell it to you. So he's over there begging. He's blind. Jesus knows that he is Bartimaeus and he is sitting there, but the word says Jesus was passing by. അവിടെ ബർത്തിമായി എന്ന് പറഞ്ഞ ആൾ ഇരിപ്പുണ്ട്, കുരുടനാന്നൊക്കെ കർത്താവിന് അറിയാം, പക്ഷെ കർത്താവ് അതിലെ നടന്നു പോവുകയാണ്. Hallelujah. It is a very dangerous place to be.
അവിടെ വളരെ അപകടകരമായ ഒരു സ്ഥലമാണത്. Even in a meeting, it is very dangerous place to be, where Jesus is working among the crowd. Jesus is working and he passes by you. It is a very dangerous place to be in. ഒരു ജനക്കൂട്ടത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി നിന്ന് അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. It happens even in church. You will be very passive. Miracles will happen for the people around you and not to you. അത് സഭകളിലും പലപ്പോഴും സംഭവിക്കാറുണ്ട്. നിങ്ങളുടെ ചുറ്റിലുമുള്ള ആൾക്കാർക്ക് അത്ഭുതം നടക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ വെറുതെ കാഴ്ചക്കാരനായിരിക്കുക. Jesus is passing by. കർത്താവ് കടന്നു പോവുകയാണ്. He is passing by. കർത്താവ് കടന്നു പോവുകയാണ്. And Bartimaeus heard that Jesus of Nazareth has come. ഭർത്തിമായി കേട്ടു നസ്രയനാകുന്ന യേശു കർത്താവ് വന്നിട്ടുണ്ട്. The moment he heard Jesus is there, യേശു ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ the നിമിഷം, moment he heard it, he said, "Son of David." താൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് Son പുത്രാ, of David. ദാവീദ് പുത്രാ. He is putting a demand on the Son of God, Son of David, which means Messiah. ദൈവപുത്രന്റെ മേൽ അഥവാ ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ ദാവീദ് പുത്രനായിട്ടാണ് മശിഹ വരുന്നത്. മശിഹായ എന്നാ താൻ വിളിക്കുന്നത്. Hallelujah. Son of David, when Bartimaeus is calling, he's proclaiming he's the Messiah, which means you are the Savior which can heal my blindness. ആമേൻ. ദാവീദ് പുത്ര എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അങ്ങാണ് മശിഹ, അങ്ങക്ക് എനിക്ക് കാഴ്ച തരുവാൻ സാധിക്കുമെന്ന് താൻ പ്രഖ്യാപിക്കുക. Hallelujah. People said, keep quiet. ആൾക്കാർ പറഞ്ഞു മിണ്ടാതിരിക്കുക, Keep quiet. മിണ്ടാതിരിക്കുക. And many want them to be quiet, but he cried out even more. പലരും മിണ്ടാതിരിക്കാൻ അവനോട് പറഞ്ഞിട്ടും അവൻ കുറച്ചുകൂടെ ഉച്ചത്തിൽ വിളിച്ചു, Mashiach. മശിഹായേ. 40 verse 49. അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പിൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പും ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, സൗഖ്യായി. പുള്ളിയുടെ ആണെങ്കിൽ ഈ ബ്രേക്ക് ത്രൂ കൊണ്ട് വീട്ടിൽ പോയി. പുള്ളിയുടെ ബ്രേക്ക് ത്രൂ ആയിരുന്നു ആ കണ്ണ് ശരിയാകുന്നുള്ളൂ. അതിന്റെ ബ്രേക്ക് ത്രൂ കൊണ്ട് പുള്ളി വീട്ടിൽ പോയി. Hallelujah. Jesus would have passed by him unless the moment he put a demand on him. കർത്താവിനോട് ഇങ്ങനെ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിക്കുന്നില്ലായിരുന്നെങ്കിൽ കർത്താവ് കടന്നു പോയനെ. Hallelujah. He will pass by. കർത്താവ് കടന്നു പോയനെ. Even today the meeting will end. ഇന്നും മീറ്റിംഗ് അവസാനിക്കും. Today's meeting also I will give the benediction at last. അവസാനം ആശീർവാദം പറയും ഇന്നത്തെ മീറ്റിംഗും. But today you have an option. എന്നാൽ നിങ്ങൾക്ക് ഇന്ന് ഒരു സാധ്യതയുണ്ട്. You have an option. ഒരു സാധ്യതയുണ്ട്. Jesus is here. യേശു ഇവിടുണ്ട്. 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 Jesus is here. യേശു The ഉണ്ട്. moment you cry out, Jesus, I want my miracle. യേശുവേ എനിക്ക് എന്റെ അത്ഭുതം വേണം നിങ്ങൾ വിളിച്ചു പറയുന്ന നിമിഷം, just before the miracle, അത്ഭുതത്തിന് തൊട്ടു മുമ്പ് there was a change of position. തന്റെ സ്ഥാനത്തിന് ഒരു ചലനമുണ്ടായി. His position in his mind changed. തന്റെ മനസ്സിൽ സ്ഥാനത്തിന് മാറ്റമുണ്ടായി. Verse 50 if you see, നിങ്ങൾ 50-ാമത്തെ വാക്യം verse കണ്ടാൽ 50 if you see, 50-ാമത്തെ വാക്യത്തിൽ the word says, throwing aside his garment, തനിക്ക് ഗവൺമെന്റ് തന്ന ഭിക്ഷ എടുക്കുവാനുള്ള അംഗീകാരമാകുന്ന പുതപ്പിനെ താൻ വലിച്ചെറിഞ്ഞു. which means he was not ready to go back to his previous position. അതിന്റെ അർത്ഥം എന്താ? ഇനി ഒരു പിച്ചക്കാരനായിട്ട് ഇരിക്കാൻ എനിക്ക് മനസ്സില്ല. He was not ready to go back to his previous position. തന്റെ പഴയ സ്ഥാനത്തേക്ക് മടങ്ങി പോകാൻ തനിക്ക് മനസ്സില്ല. That is the change of attitude. അതാണ് തന്റെ മനോഭാവത്തിൽ വന്ന That is മാറ്റം. the change of position in his mind. അതാണ് തന്റെ മനസ്സിൽ വന്ന He said, I സ്ഥാനമാറ്റം. don't want to go back to the same old place. എന്റെ പഴയ അവസ്ഥയിലേക്ക് എനിക്ക് ഇനി മടങ്ങി പോകണ്ട. Today, ഇന്ന് if you say, നിങ്ങൾ ഇങ്ങനെ I don't പറയുന്നെങ്കിൽ want to go back to that same house. എന്റെ ആ പഴയ ഭവനത്തിലേക്ക് എനിക്ക് പോകണ്ട. I don't want to go back to my same old house which I came from. ഞാൻ കടന്നു വന്ന ആ പഴയ സാഹചര്യത്തിലേക്ക് എനിക്ക് പോകണ്ട. I don't want to go back to my sickness. അതേ രോഗത്തിലേക്ക് എനിക്ക് ഇനി I പോകണ്ട. want the miracle now. ഇപ്പോൾ അത്ഭുതം വേണം. I want the miracle now. ഇപ്പോൾ എനിക്ക് For അത്ഭുതം those who say that, അങ്ങനെ പറയുന്നവർ, those who say that today morning, ഇന്ന് രാവിലെ പറയുന്നവർ, you will indeed have a breakthrough, and this will be a September to remember. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുതിച്ചുകയറ്റമുണ്ടും ഒരിക്കൽ പോലും മറക്കാൻ കഴിയാത്ത ഒരു സെപ്റ്റംബറായി ഈ മാസം മാറും. This is going to be a September where things are going to be added to you. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ചേർക്കപ്പെടുന്ന ഒരു സെപ്റ്റംബർ മാസമായിരിക്കും. Your time is now. ഇപ്പോഴാണ് സമയം. Today is your day. ഇന്നാണ് നിങ്ങളുടെ ദിവസം. Today is your day. ഇത് നിങ്ങളുടെ ദിവസമാണ്. Today is your day. ഇത് നിങ്ങളുടെ This ദിവസമാണ്. is your season. ഇത് നിങ്ങളുടെ കാലമാണ്. This is your season. ഇത് നിങ്ങളുടെ കാലമാണ്. This is your season. ഇതാണ് നിങ്ങളുടെ കാലം. You are going to take over. നിങ്ങൾക്ക് അതിജീവിക്കാൻ You പോകുകയാണ്. are going to overcome. നിങ്ങൾ മുന്നേറുവാൻ You are പോകുകയാണ്. going to be a victor. നിങ്ങൾ ഒരു ജയാളിയാണ്. Not tomorrow. നാളെയല്ല.
Change your position of the mind ഇപ്പോൾ now. നിങ്ങളുടെ മനോഭാവം മാറ്റിയാട്ടെ. Jesus, I don't want to go back to my same old life. എന്റെ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് ഇനി പോകേണ്ട I കർത്താവേ. want a new experience. എനിക്കൊരു പുതിയ അനുഭവം I വേണം. want to break my holding pattern. എന്റെ എല്ലാ പാറ്റേണും ഞാൻ പൊട്ടിക്കുകയാണ്. If you want to break your holding pattern, നിങ്ങളുടെ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾ പൊട്ടിക്കണമെങ്കിൽ start praising Him. ഇപ്പോൾ തന്നെ കർത്താവിനെ Start സ്തുതിച്ചാട്ടെ. praising Him. സ്തുതിക്കാൻ Start തുടങ്ങിയാട്ടെ. praising Him. ആരാധിക്കാൻ Start തുടങ്ങിയാട്ടെ. praising Him. കർത്താവിനെ സ്തുതിച്ചാട്ടെ. Jesus.